ഒരു മുഅ്മിനായ മനുഷ്യൻ കുടുംബപരമായി ജീവിക്കുമ്പോൾ ഭർത്താവിന് ഭാര്യ പരിഗണന കൊടുത്തുകൊള്ളണം. ഇത് പറയുമ്പോ ഭാര്യമാർക്കൊരു സ്ഥാനവുമില്ലെന്നാണോ? ഭാര്യമാരെ ചവിട്ടി മതിക്കാമെന്നാണോ? അല്ല, ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി. നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? അവന്റെ ഭാര്യ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, എന്റെ ഭർത്താവ് നല്ലവനാണ്, അവൻ ദേഷ്യം പിടിക്കുന്നവനാകരുത്, അവൻ ചീത്ത പറയുന്നവനാകരുത്, അവൻ ചെലവിന് കൊടുക്കാത്തവനാകരുത്, ആവശ്യമായ പരിഗണന കൊടുക്കാത്തവനാകരുത്. ആയാൽ അവൻ നല്ലവനല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തൊരു സംസ്കാരം പഠിപ്പിച്ച നേതാവാണ്! ഇതിനേക്കാളും വലിയ സംസ്കാരം കുടുംബജീവിതത്തിൽ പഠിപ്പിക്കാൻ എന്താണുള്ളത്? ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, ലോകം മുഴുക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ ഒരുപാട് നിലയ്ക്ക് ചൂഷണം ചെയ്യപ്പെടുന്നു എന്നാണ്. ഇസ്ലാം അതിന് അനുവദിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ചൂഷണത്തിനും ഇസ്ലാം അനുവദിക്കുന്നില്ല. സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ബഹുമാനം വാങ്ങിക്കൊടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ചെറിയ മക്കളോട് കാരുണ്യമുള്ളവരാണ്, സ്ത്രീകളോട് കാരുണ്യമുള്ളവരാണ്.